കോട്ടയം തിരുവാതുക്കൽ വ്യവസായിയും ഭാര്യയും അതിക്രൂരമായി കൊലപ്പെടുത്തി. ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ വിജയകുമാറിനെയും ഭാര്യ മീരയെയുമാണ് വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വിവസ്ത്രരാക്കിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹത്തിൽ ആഴമേറിയ മുറിവുകളുണ്ട്. സംഭവത്തിൽ വീട്ടിലെ മുൻ ജീവനക്കാരനായ ഇതര സംസ്ഥാന തൊഴിലാളിയെ സംശയിക്കുന്നുണ്ട്. പ്രതിയെക്കുറിച്ച് കൃത്യമായ സൂചന ലഭിച്ചെന്നാണ് പോലീസ് പറയുന്നത്. തിരുവാതുക്കലിലെ വീട്ടിൽ രാവിലെ എത്തിയ വീട്ടുജോലിക്കാരിയാണ് വ്യവസായി വിജയകുമാറിന്റെയും മീരയുടെയും മൃതദേഹം കണ്ടെത്തിയത്. മീരയുടെ മൃതദേഹം ഹാളിലും വിജയകുമാറിന്റെ മൃതദേഹം കിടപ്പുമുറിയിലുമാണ്. മൃതദേഹങ്ങളിൽ വസ്ത്രങ്ങളുണ്ടായിരുന്നില്ല. വീടിനുള്ളിൽ നിന്ന് കോടാലി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെടുത്തു. വിജയകുമാറിന്റെ തലയിൽ അടിയേറ്റിട്ടുണ്ട്. ഇരുവരുടെയും തലയ്ക്ക് ഗുരുതര പരിക്കുകൾ. സമീപത്ത് നിന്ന് കോടാലിയും അമ്മിക്കല്ലും കണ്ടെത്തി. മുഖം വികൃതമാക്കിയ നിലയിൽ. മെയിൻ ഡോറിന്റെ താഴെ ഒരു അമ്മിക്കല്ല് ഇരിപ്പുണ്ട്. ഡോറിൽ പാടൊന്നുമില്ല. പുള്ളി ഈ കയറുന്ന ഡോറിന്റെ അവിടെ താഴെ കിടക്കുന്നു. വൈഫ് ബെഡൊക്കെ കിടക്കുന്നു. രണ്ടുപേരുടെ മുഖം നമുക്ക് വികൃതമാണ്. ഒരു മോഷണമല്ല, ഇത് ക്രൂരമായ കൊലപാതകം തന്നെ. പണ്ടൊരു ബംഗാളി ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ ബംഗാളി ഏതാണ്ടൊക്കെ കാണിച്ചപ്പോൾ അവനെ പറഞ്ഞു വിട്ടു. അപ്പൊ അതിന്റെ പ്രതികരണം വല്ലതും ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ മേല. വീട്ടിലെ 2 നായ്ക്കളെ മയക്കിക്കിടത്തിയായിരുന്നു അതിക്രൂര കൊലപാതകം. പ്രതി ഉള്ളിൽ കടന്നത് വീടിന്റെ ജനലിൽ ഹോളുണ്ടാക്കി വാതിൽ തുറന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ. വീടിനുള്ളിൽ കടന്ന ശേഷം ജനൽ ഗ്ലാസ് കട്ടർ ഉപയോഗിച്ച് വട്ടത്തിൽ മുറിച്ചു. സൂചനകളുടെ പിന്നാലെ പോലീസ് പോകണം. ആ ഉത്തരവാദിയെ കണ്ടെത്തണം. ഒരാളുണ്ട്, അയാൾ നേരത്തെ പോലീസ് കസ്റ്റഡിയിൽ കിടന്ന ആളാണ്. അതിനുശേഷം അയാൾ പുറത്തോട്ടിറങ്ങിയതാണ്. വളരെ നിഷ്ഠൂരമായ കൊലപാതകമാണ്. അവിടെ കിടക്കുന്ന ഒരു ആയുധം കോടാലിയാണ്. ഈ സംഭവം നമ്മുടെ നാടിനെ നടുക്കിയിരിക്കുകയാണ്. റിമോട്ട് ഉപയോഗിച്ച് തുറക്കുന്ന ഗേറ്റുള്ള വീടിന്റെ മതിൽ പ്രതി ചാടിക്കടന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വീട്ടിലെ CCTVയുടെ ഹാർഡ് ഡിസ്ക് കാണാനില്ലാത്തതിലും പോലീസ് ദുരൂഹത സംശയിക്കുന്നു. കൊലപാതകം നടത്തിയാൽ എടുത്തുകൊണ്ടുപോയെന്നാണ് സംശയം. സംഭവത്തിൽ അസം സ്വദേശിയായ മുൻ ജീവനക്കാരനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾക്കെതിരെ മൊബൈൽ ഫോൺ മോഷണത്തിന് വിജയകുമാർ നടപടിയെടുത്തിരുന്നുവെന്നും ഇതിന്റെ മുൻവൈരാഗ്യമാണോ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് സംശയിക്കുന്നു. 24 കോട്ടയം.